ബാംഗ്ലൂരു കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടാനുള്ള ആവശ്യത്തിന് റെയിൽവേ ബോർഡ് അംഗീകാരം നൽകിയിട്ടും കാലതാമസം നേരിടുന്നു. കർണാടകയിൽ നിന്ന് ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിഷേധാത്മക നിലപാടാണ് നടപടി വൈകിപ്പിക്കുന്നതിന് കാരണമെന്നാണ് ആരോപണം. ജനുവരി 30-നാണ് ബാംഗ്ലൂരു കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കാൻ റെയിൽവേ ബോർഡ് ജോയിന്റ് ഡയറക്ടർ വിവേക് കുമാർ സിൻഹ ഉത്തരവിറക്കിയത്. എത്രയും വേഗം നടപടി ആരംഭിക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടും ട്രെയിൻ ഇപ്പോഴും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. ട്രെയിൻ ആരംഭിക്കുന്നതും സർവീസ് അവസാനിപ്പിക്കുന്നതും വ്യത്യസ്ത റെയിൽവേ ഡിവിഷനുകളിലായതിനാൽ ഏറെ ചർച്ചയ്ക്കൊടുവിലാണ് കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ കർണാടകയിൽ നിന്നുള്ള ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിഷേധാത്മക നിലപാടാണ് നടപടി വൈകിപ്പിക്കുന്നതിന് കാരണമെന്നാണ് ആരോപണം. മംഗലാപുരത്ത് നിന്ന് 2 ട്രെയിൻ ബാംഗ്ലൂർക്ക് ആ വഴിക്ക് പോകുന്നുണ്ട്, മൈസൂരും അരശിക്കര വഴിക്ക് പോകുന്നുണ്ട്. ആ ട്രെയിൻ വളരെയധികം സമ്മർദ്ദത്തിൻ്റെ പേരിൽ കണ്ണൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ അത് എല്ലാവരുടെയും കൂട്ടാശ്രമത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് എംപിയുടെ കോഴിക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഓർഡറായിട്ട് മാസങ്ങളായി. ഇന്ന് വരെ നാളെ പ്രതീക്ഷിക്കുമ്പോൾ അതിന് കടുത്ത എതിർപ്പാണ് മംഗലാപുരത്ത് നിന്നുള്ള രാഷ്ട്രീയ കക്ഷിയും ചേംബർ ഓഫ് കോമേഴ്സ് ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. കണ്ണൂർക്ക് നീട്ടുന്ന കാര്യത്തിൽ തന്നെ അവർ കോടതി വരെ പോയിട്ടുണ്ട്. പിന്നെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കണ്ണൂർക്ക് കിട്ടിയത്. നമുക്ക് നല്ലൊരു ട്രെയിൻ കാണണമെങ്കിൽ കോയമ്പത്തൂർ പോകണം. ഡബിൾ ഡെക്കർ ട്രെയിൻ കാണി കോയമ്പത്തൂർ പോകണം. ശതാബ്ദി കാണി നമ്മൾ കോയമ്പത്തൂർക്ക് പോകണം. ഈ ട്രെയിനുകളൊക്കെ ഇവിടെ മണിക്കൂറോളം കാത്തു കെട്ടിക്കെടുക്കുക. കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിൽ കർണാടക ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. 22 കോച്ചുകളുമായി സർവീസ് നടത്തുന്ന ട്രെയിനിൽ ആവശ്യമെങ്കിൽ ഒരു കോച്ച് കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് റെയിൽവേ അധികൃതരും പറയുന്നു. കർണാടകയിലെ യാത്രക്കാരുടെ കോട്ട നഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ യാത്രക്കാർക്ക് ലഭിക്കുന്ന സൗകര്യത്തിന് എന്തിന് കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വം തുരങ്കം വയ്ക്കുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം. റെയിൽവേക്ക് കനത്ത നഷ്ടമുണ്ടാക്കി ആളില്ലാതെ സർവീസ് നടത്തുന്ന ഗോവ മാംഗ്ലൂരു വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുന്ന കാര്യത്തിലും ഇതേ നിലപാടാണ് റെയിൽവേയും കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വവും തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.